ഹരിയാനയിലെ നൈബ് സിംഗ് സൈനി മന്ത്രിസഭയുടെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് 90 അംഗ സഭയിൽ 48 അംഗങ്ങളുടെ ഭൂരിപക്ഷമുണ്ടെന്ന് മുഖ്യമന്ത്രി സൈനി അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സൈനിയും ഒരു സ്വതന്ത്രനും ബി.ജെ.പിയിൽ നിന്നുള്ള 4 പേരുമടങ്ങുന്ന മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെ തുടർന്നാണ് ജനതാ പാർട്ടി ബി.ജെ.പി സഖ്യം അവിടെ ചില പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും ആ മുന്നണി വിട്ടതും. തുടർന്നാണ് മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. കൂടാതെ ബി.ജെ.പിയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പുറത്തിറങ്ങും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നുണ്ടാകും. ഗൗതമുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, അപ്രതീക്ഷിതമായാണ് ഈ മനോഹർലാൽ ഖട്ടറിൻ്റെ രാജി ഉണ്ടായതും പുതിയ മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടായതും. അങ്ങനെ ബി.ജെ.പി എപ്പോഴും അങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെയാണ് ആളുകളെ ഞെട്ടിക്കുന്നതും തീരുമാനമൊക്കെ എടുക്കുന്നതും. എങ്ങനെയാണ് ഹരിയാനയിലെ ഒരു രാഷ്ട്രീയ സ്ഥിതി ഒന്ന് വിലയിരുത്തിയാൽ? ഉമേഷ്, ഇന്നിപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് 90 അംഗ ഹരിയാന നിയമസഭയിൽ നടക്കാൻ പോകുകയാണ്. ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായി അവിടെ ഒരു മുഖ്യമന്ത്രി രാജിവെക്കുന്നു. പിന്നീട് മറ്റൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നവാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അവിടെ അധികാരമേൽക്കുന്നു. ഇതിന് അടിസ്ഥാനപരമായ കാരണം എന്നത് ലോക്സഭാ സീറ്റ് തർക്കം 2 പാർട്ടികൾക്കിടയിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഒന്ന് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ബി.ജെ.പി ആണ്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 41 MLA-മാർ ഹരിയാന നിയമസഭയിലുണ്ട്. എന്നാൽ ചെറുകക്ഷി എന്ന നിലയിൽ ജനതാ പാർട്ടിയെ കൂടി ബി.ജെ.പി മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തി. അതൊരു മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി ഈ ചെറുകക്ഷിയായിട്ടും ജനതാ പാർട്ടിയെ മുന്നണിയിൽ എടുക്കുകയും മാത്രമല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് വിട്ടു നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10 മണ്ഡലങ്ങളും ബി.ജെ.പി തൂത്തുവാരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്ത് ആകെയുള്ള 10 മണ്ഡലങ്ങളിലും ബി.ജെ.പിയാണ് വിജയിച്ചത്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി സിറ്റിംഗ് സീറ്റുകൾ മുഴുവൻ മത്സരിക്കും എന്ന ഒരു നിലപാട് മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ വർഷം തന്നെ ഒടുവിൽ നടക്കാൻ പോകുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിക്ക് അർഹമായ സീറ്റുകൾ നൽകാം, അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ നൽകിക്കൊണ്ട് ഒരു കൃത്യമായ ഇക്വേഷനിലൂടെ മുന്നോട്ട് പോകാം എന്നതായിരുന്നു ബി.ജെ.പിയുടെ നിലപാട്. കാരണം ഹരിയാനയിലെ 10-ൽ 10ഉം ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റാണ് എന്നതുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഇത് ജനതാ പാർട്ടി അംഗീകരിച്ചില്ല. ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ സഖ്യം വഴിപിരിയാൻ അടിസ്ഥാനപരമായ കാരണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഖ്യം വഴിപിരിഞ്ഞതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണർ ബന്ദാരു ദത്താത്രേയയ്ക്ക് രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. ഉച്ചതിരിഞ്ഞ് തന്നെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് അന്തിമമായ പ്രഖ്യാപനം ബി.ജെ.പി നടത്തി. ഡൽഹിയിൽ നിന്നും 2 കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷകർ അവിടേക്ക് എത്തിയിരുന്നു. ഒന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് കുമാർ ഗൗതം, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട എന്നീ 2 നേതാക്കളാണ് കേന്ദ്ര നിരീക്ഷകരായി എത്തിയത്. അവരുടെ നേതൃത്വത്തിൽ വളരെ ചടുലമായി പുതിയ മുഖ്യമന്ത്രിയെ അവിടെ തെരഞ്ഞെടുത്തു. ഒപ്പം ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ബിപ്ലബ് കുമാർ ദേവ്, അദ്ദേഹമാണ് ഹരിയാനയുടെ പ്രഭാരി. അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിലാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായ നവാബ് സിംഗ് സൈനിയെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. ഇന്നിപ്പോൾ നിയമസഭയിൽ നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 90 അംഗ ഹരിയാന നിയമസഭയിൽ 46 സീറ്റുകൾ മെജോറിറ്റിക്ക് വേണം. എന്നാൽ ബി.ജെ.പിക്ക് നിലവിൽ 48 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. 41 MLA-മാർ ബി.ജെ.പിക്ക് തന്നെയുണ്ട്. ഇത് കൂടാതെ 7 സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയും, അതുകൂടാതെ ഹരിയാന ലോക്ഹിത് പാർട്ടി എന്ന ഒരു പ്രാദേശിക കക്ഷിക്ക് 1 MLA ഉണ്ട്. ആ MLA-യുടെ പിന്തുണയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പറിനെക്കാട്ടിൽ ഏതാണ്ട് 2 MLA-മാരുടെ പിന്തുണ അധികമായി ബി.ജെ.പിക്ക് ഉണ്ട് എന്നാണ് നിലവിൽ നേതൃത്വം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ജനതാ പാർട്ടിക്കകത്ത് ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ജെ.ജെ.പി ഇന്നലെ ഒരു യോഗം വിളിച്ചിട്ട് അതിൽ ഏതാണ്ട് 5 MLA-മാർ മാത്രമേ പങ്കെടുത്തുള്ളൂ എന്നത് മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജനതാ പാർട്ടിയുടെ 4 MLA-മാർ പങ്കെടുത്തു എന്നതാണ്. അതിനാൽ ഈ 4 MLA-മാർ ഒരുപക്ഷെ ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയെങ്കിൽ ജനതാ പാർട്ടി പിളർന്ന് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടിക്കകത്ത് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. ബി.ജെ.പിയോട് ഉടക്കിയത് ജെ.ജെ.പിക്ക് അത്ര സുഖമായ കാര്യങ്ങളല്ല. ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 4 MLA 4 പേരും ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു, പാർട്ടി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നു. ഇതൊക്കെ ഒരു സൂചന നൽകുന്നത് ബി.ജെ.പിയുമായി പിണങ്ങി ജെ.ജെ.പിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തങ്ങളുടെ കരുത്തരായ നേതാക്കന്മാരാണ് 4 പേരും ബി.ജെ.പിക്കൊപ്പം അല്ലെങ്കിൽ ബി.ജെ.പിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയത്. അങ്ങനെയല്ലേ?
അത് തന്നെയാണ് ഉമേഷ്. അതായത് ബി ജെ പിയുമായി തെറ്റുന്നത് JJPയുടെ ഭാവിക്ക് ഗുണകരമാകില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മളതാണ് സൂചിപ്പിച്ചത്. അതായത് ഈ BJPക്ക് അവിടെ ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണയുടെ ആവശ്യമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തന്നെ 10-ൽ 10 സീറ്റും BJP ഒറ്റയ്ക്ക് നിന്നാണ് ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും ഫൈറ്റ് ചെയ്ത് വിജയിച്ചത്. അവിടെ കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനമാണ്. കോൺഗ്രസ് അങ്ങനെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട സ്റ്റേറ്റൊന്നും അല്ല ഹരിയാന. നമുക്കറിയാം, പല മുതിർന്ന നേതാക്കളും ഇപ്പോഴും ഉള്ള ഒരു സംസ്ഥാനമാണ്. അത് കൂടാതെ ലോക്ദളുണ്ട്, ഇന്ത്യൻ നാഷണൽ INLD, ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ ഒരു സ്വാധീന കേന്ദ്രം. പ്രത്യേകിച്ച് ജാട്ട് മേഖലകളിലേക്ക് അവർക്ക് ഇന്നും സ്വാധീനമുണ്ട്. ഇത് കൂടാതെ ജനനായക് ജനതാ പാർട്ടിയുണ്ട്. ഇങ്ങനെ വിവിധ കക്ഷികളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ് 2014 ഹരിയാനയിൽ BJP അവിടെ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് RSSന്റെ പ്രചാരകൻ കൂടിയായിട്ടുള്ള മനോഹർലാൽ ഖട്ടറുടെ നേതൃത്വത്തിൽ അവിടെ BJP അധികാരത്തിലേറുന്നത്. പിന്നീട് 2019 അവിടെ തുടർഭരണം നേടാനും BJPക്ക് സാധിച്ചു. അതിനാൽ ജനനായക് ജനതാ പാർട്ടിയുടെ ആവശ്യമൊന്നും BJPക്ക് ഹരിയാനയിൽ മുന്നോട്ട് പോകാൻ ഇല്ല എന്നതാണ് വസ്തുത. പക്ഷെ അത് മനസ്സിലാക്കുന്നതിൽ JJP പരാജയപ്പെട്ടതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. അനാവശ്യമായ പിടിവാശി മൂലം നല്ല ഒരു സഖ്യബന്ധം അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. ഉപമുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വന്തം MLA മാർ തന്നെ BJP പാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് JJPക്ക് അകത്ത് ഉള്ളത്. ഉമേഷ്.